വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫാൻ യുവാനും റിയോസിയും വന്നതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയണ്ടേ? അവർ വന്ന് ഷിയാമിയോട് മാപ്പ് പറയാൻ ജുനിയെ നിർബന്ധിക്കുന്നു. എന്നാൽ മോണിറ്റർ എന്ന് വെച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ലെന്ന് അവൻ പറയുന്നു. അനുസരിച്ചില്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുമെന്ന് മോണിറ്റർ പറഞ്ഞത് കേട്ട് അവനെ മറ്റു കുട്ടികൾ വിമർശിക്കുന്നു. ഇത് കേട്ട ഷിയാമി തനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും റിയോസിയെ ജുനിയെ നിർബന്ധിച്ച് മാപ്പ് പറയിക്കുന്നു. ഷിയാമിക്ക് ജുനിയെ നൽകിയ പേപ്പറിൽ എന്തോ എഴുതി അവൾ അവൻ്റെ നേർക്കറിയുന്നു. താൻ നല്ല മാർക്ക് തന്നെ വാങ്ങും, ഇത് തൻ്റെ വെല്ലുവിളിയാണെന്ന് ഷിയാമി പറയുന്നു. ശേഷം വിഷമിച്ച് ഒറ്റയ്ക്കിരുന്ന ഷിയാമിക്ക് ഫാൻ യുവാൻ ചിക്കൻ പോപ്പ് വാങ്ങിക്കൊടുക്കുന്നു. ഇരുവരും സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ലിറ്റിൽ ഷ്രിമ്പിൻ്റെ പിന്നിലെ കഥ അവൻ അവളോട് ചോദിക്കുന്നു. താൻ പഠിക്കാൻ പുറകിലായതുകൊണ്ട് മറ്റുള്ളവർ തനിക്കിട്ട പേരാണതെന്ന് അവൾ അവനോട് പറയുന്നു. അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. റിയോസിയും ജുനിയയും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവരൊരു ഓട്ടപ്പന്തയം വെക്കുന്നു. തോറ്റാൽ സിയാമിയോട് മാപ്പ് പറയണമെന്ന് റിയോസി ജുനിയയുമായി ചട്ടം കെട്ടുന്നു. പ്രതീക്ഷിച്ചതുപോലെ റിയോസി ജയിക്കുന്നു. ജുനി ഷിയാമിയോട് മാപ്പും പറഞ്ഞു. ഈ സമയം ഷിയാമി ടീച്ചേഴ്സ് ഡേക്കുള്ള പോസ്റ്റർ തയ്യാറാക്കുകയായിരുന്നു. റിയോസിയും കൂടെ കൂടി. അവർ തമ്മിൽ സ്പാർക്ക് വന്നു തുടങ്ങി മക്കളെ. അത് അവരുടെ കണ്ണുകളിലും നോട്ടങ്ങളിലും വ്യക്തമാണ്. ഈ പോസ്റ്റർ കണ്ട ടീച്ചർ ഇത് ആരുടെ കലയാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഷിയാമിയെ തന്നെ നോക്കി. ടീച്ചർ അവളെ പ്രശംസിച്ചു. ശേഷം അവൾ ക്ലാസ്സിൽ എഴുത്തിലായിരുന്നു. അവളുടെ അടുത്തേക്ക് പോയ റിയോസിയെ ജുനി തള്ളിയിടുന്നു. അവൾ എഴുതിയത് ചീത്തയായി പോകുന്നു. എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിക്കാനുള്ളതായിരുന്നു അത്. റിയോസി അത് വാങ്ങി എഴുതാൻ ശ്രമിച്ചത് ഷിയാമി തടഞ്ഞെങ്കിലും റിയോസിയുടെ ശ്രമം ഫലം കണ്ടു. അവനത് എഴുതാൻ തുടങ്ങി. ടീച്ചർ പിടിക്കുമെന്ന ഘട്ടത്തിൽ പോലും അവൻ പതറാതെ നിന്നു. അത് എഴുതി തീർത്തു. ഷിയാമിക്ക് അവനോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നു. അവനിൽ സംശയം തോന്നിയ ടീച്ചർ ചോദ്യം ചോദിച്ചതിന് ശേഷം അവൻ കൃത്യമായി തന്നെ അതിന് മറുപടിയും കൊടുത്തു. അവരൊന്നിച്ച് അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. ഷിയാമിക്ക് ഭാഗ്യം വരാൻ റിയോസിയുടെ വക അനുഗ്രഹവും. റൂമിലെ മറ്റു കുട്ടികളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയിരുന്നു, റിയോത്തിയർ ഒഴികെ. അവിടെയും അവളുടെ പെരുമാറ്റത്തിൽ നമുക്ക് സംശയങ്ങൾ തോന്നാം. വഴിയെ എല്ലാം കണ്ടുപിടിക്കാം. റിയോസി നിർബന്ധിച്ച് സൈക്കിളിൽ കയറ്റിയാണ് ഷിയാമിയെ കൊണ്ടുപോയത്. തിരികെ അവൾ ബസ്സിൽ കയറി വീട്ടിൽ പോകുന്നു. അവൻ ആ ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നു. അവളുടെ ഫോട്ടോസ് കണ്ട് അവൻ ചിരിക്കുന്നു. ഉള്ളിലെവിടെ ഒരു ഇഷ്ടമുള്ളതായി തോന്നുന്നില്ലേ? ഹോളിഡേ കഴിഞ്ഞ് എല്ലാവരും തിരികെ ക്ലാസ്സിലെത്തി. ടീച്ചർ പോയതിനു ശേഷം പഠിക്കാൻ തനിക്ക് കഴിവില്ലാത്തത് ഷിയാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ സംസാരവും പ്രവൃത്തിയും കണ്ടും കേട്ടും ഫാൻ യുവാൻ ചിരിക്കുന്നു. അവളെ സഹായിക്കാമെന്നും പറയുന്നു. അടുത്ത ടീച്ചർ ക്ലാസ്സിൽ വന്ന് എക്സാമിൻ്റെ കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിച്ച് പോകും നേരം ഫാൻ യുവാനെ കോമ്പറ്റീഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിക്കുന്നു. ശേഷം ഫാൻ യുവാനും ഷിയാമിയും ഒന്നുകൂടെ ഒന്നിച്ചു പോകുന്നത് കണ്ട് ജുനി, റിയോസി, സിയോയു, റിയോത്തിയർ, ഹാൻ എന്നിവർ പ്ലാൻ മനസ്സിലാക്കി അവർക്ക് പിന്നാലെ പോകുന്നു. മറ്റൊരു മുറിയിലെത്തുന്നു. അടിപൊളി മുറിയായിരുന്നു. ഒരു ആർട്ട് റൂമായിരുന്നു അത്. ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന ഷിയാമിയുടെ ചോദ്യത്തിന് അവരൊരു കഥ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നാലെ വന്നവരെല്ലാം കൂടി ആ മുറിയിലെത്തുന്നു. ഫാൻ യുവാൻ പഠിപ്പിക്കാനായിട്ടാണ് ഷിയാമിയെ അവിടെ കൊണ്ടുവന്നത്. തങ്ങൾക്ക് പഠിക്കണമെന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്. ശേഷം അവർ പഠനം തുടങ്ങുന്നു. രീതികൾ വിശദീകരിക്കുന്നു. റിയോസിയും പഠിപ്പിക്കുന്നുണ്ട്. റിയോസിയും ഷിയാമിയും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്നു. അവരൊന്നിച്ച് പഠിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അവരുടെ പഠിത്തം എവിടം വരെ എത്തിയെന്ന് അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.